വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോൺ സാമ്രാജ്യം ശക്തമായി നിലനിന്നിരുന്ന കാലം. ആ രാജ്യത്തെ ഭരിച്ചിരുന്നത് ഡാരിയൂസ് രാജാവായിരുന്നു. രാജ്യം വളരെ വലുതായതിനാൽ കാര്യങ്ങൾ നന്നായി നടത്താൻ രാജാവ് നിരവധി ഭരണാധികാരികളെ നിയമിച്ചു. അവരിൽ ഏറ്റവും വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരാളായിരുന്നു ഡാനിയൽ. ഡാനിയൽ തൻ്റെ ജോലിയിൽ സത്യസന്ധനും കൃത്യനിഷ്ഠയുള്ളവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാരിയൂസ് രാജാവിന് ഡാനിയലിനോടുള്ള വിശ്വാസം വളരെ കൂടുതലായിരുന്നു. ഒരു ദിവസം രാജാവ് ചിന്തിച്ചു, രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കാൻ ഡാനിയലിനെ ഉയർന്ന സ്ഥാനത്തേക്ക് നിയമിക്കാമെന്ന്. പക്ഷേ ഈ തീരുമാനം മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമായില്ല. അവരുടെ മനസ്സിൽ അസൂയയും കോപവും നിറഞ്ഞു. അവർ ഡാനിയലിൻ്റെ ജോലി സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവനിൽ ഒരു തെറ്റെങ്കിലും കണ്ടെത്താൻ അവർ ശ്രമിച്ചു. പക്ഷെ ഡാനിയൽ സത്യസന്ധനായിരുന്നതിനാൽ അവർക്ക് അവനിലൊരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, ഡാനിയലിനെ ജോലിയിൽ കുടുക്കാൻ കഴിയില്ല. അവൻ്റെ ദൈവവിശ്വാസം ഉപയോഗിച്ചാൽ മാത്രമേ അവനെ പിടിക്കാനാകൂ. അങ്ങനെ അവർ ഡാരിയൂസ് രാജാവിൻ്റെ മുന്നിലെത്തി പറഞ്ഞു, രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനെ ഒഴികെ മറ്റാരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവനെ സിംഹക്കുഴിയിലിടണം. രാജാവിന് അത് തൻ്റെ മഹത്വം ഉയർത്തുന്ന നിയമമാണെന്ന് തോന്നി. അതിനാൽ ഡാരിയൂസ് രാജാവ് അതിനെ നിയമമായി പ്രഖ്യാപിച്ചു. ഈ വാർത്ത ഡാനിയലും അറിഞ്ഞു. പക്ഷെ അവൻ ഭയപ്പെട്ടില്ല. മുൻപ് ചെയ്തതുപോലെ തന്നെയാണ് അവൻ ചെയ്തത്. അവൻ തൻ്റെ വീട്ടിൽ ചെന്ന് ജനലുകൾ തുറന്ന് ജെറുസലേം ദിശയിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദിവസത്തിൽ 3 പ്രാവശ്യം അവൻ ദൈവത്തോട് നന്ദിയും പ്രാർത്ഥനയും അർപ്പിച്ചു. ഇത് കാത്തിരുന്ന ഉദ്യോഗസ്ഥർ ഉടനെ അത് കണ്ടുപിടിച്ചു. അവർ ഡാരിയൂസ് രാജാവിനോട് ചെന്ന് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ നിയമം ലംഘിച്ച ഒരാളുണ്ട്. അവൻ ഡാനിയലാണ്. ഇത് കേട്ട് രാജാവ് വളരെ ദുഃഖിച്ചു. കാരണം അവൻ ഡാനിയലിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ദിവസം മുഴുവൻ രാജാവ് ഡാനിയലിനെ രക്ഷിക്കാൻ വഴികൾ അന്വേഷിച്ചു. പക്ഷേ നിയമം മാറ്റാൻ കഴിയാത്തതിനാൽ അവസാനം ഡാനിയലിനെ സിംഹക്കുഴിയിലിടാൻ രാജാവ് നിർബന്ധിതനായി. ഡാനിയലിനെ കുഴിയിലേക്ക് ഇറക്കി. അതിനുശേഷം ഒരു വലിയ കല്ലുകൊണ്ട് കുഴിയുടെ വായ അടച്ചു. അവിടെ നിന്ന് പോകുമ്പോൾ ഡാരിയൂസ് രാജാവ് പറഞ്ഞു, നീ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കട്ടെ ഡാനിയൽ. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ ഭക്ഷണം പോലും കഴിച്ചില്ല. ഡാനിയലിനെ കുറിച്ചുള്ള ആശങ്ക അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. പുലർച്ചെ വെളിച്ചം തെളിഞ്ഞ ഉടൻ ഡാരിയൂസ് രാജാവ് സിംഹക്കുഴിയിലേക്ക് ഓടിയെത്തി. വിഷമത്തോടെ അവൻ വിളിച്ചു, ഡാനിയൽ, നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ രക്ഷിച്ചോ? അപ്പോൾ കുഴിയുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, രാജാവേ, ദൈവം തൻ്റെ ദൂതനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു. എനിക്കൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. രാജാവ് അത്ഭുതത്തോടെ ഡാനിയലിനെ പുറത്തേക്കെടുത്തു. സിംഹങ്ങൾ നിറഞ്ഞ കുഴിയിൽ ഒരു രാത്രിയോളം കഴിഞ്ഞിട്ടും ഡാനിയലിന് ഒരു പരിക്കു പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പ്രതിസന്ധികൾ എത്ര വലുതായാലും വിശ്വാസമുള്ളവൻ തളരുകയില്ല. നന്ദി.